40 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബാൾട്ടിക് റീജിയൻസിൽ ഒന്നായ ലിതുവാനിയയിലെ കോണിഫറസ് ഫോറസ്റ്റുകൾ ഭരിച്ചുകൊണ്ടിരുന്നത് ദിനോസറുകളായി. ജുറാസിക് എറ, മനുഷ്യരൊന്നുമില്ലാത്ത ഭൂമി, ദിനോസറുകൾ എന്ന വലിയ പല്ലുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി. അന്നും ഇന്ന് കാണുന്ന പോലെ തന്നെ ചെറിയ പ്രാണികളും കൊതുകുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ചില പ്രാണികൾ അതിന്റെ കഷ്ടകാലത്തിന് മരത്തിൽ നിന്നുള്ള പശയിൽ അകപ്പെട്ടു. ആ മരങ്ങൾ മണ്ണിലഴുകി പശ മണ്ണിനടിയിൽ കിടന്ന് ക്രിസ്റ്റലൈസ് ആയി. അതിൽ അകപ്പെട്ട പ്രാണി ഫോസിലൈസ്ഡ് ആയി. അത് കഴിഞ്ഞ് മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷം ഇന്ന് ഈ ഭൂമിയുടെ ചരിത്രത്തെ എക്സ്കവേറ്റേഴ്സ് കുഴിച്ച് പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുത്ത ആ പശയുടെ ഇന്നത്തെ വിളിപ്പേരാണ് ആംബർ. ബാൾട്ടിക് റീജിയൻസിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ബാൾട്ടിക് ആംബർ. അങ്ങനെ കിട്ടിയ ഒരു ആംബർ ക്രിസ്റ്റലും അതിനുള്ളിൽ കഷ്ടകാലത്തിന് അകപ്പെട്ടു പോയ ഒരു ഫോസിലൈസ്ഡ് ഇൻസെക്റ്റുമാണ് ഈ പാക്കേജിനുള്ളിലുള്ളത്. അപ്പൊ ഈ കാണുന്നതാണ് ആ ഭൂമിയുടെ ചരിത്രം ഉറങ്ങുന്ന ആംബർ. അപ്പൊ നമ്മൾ ആംബറിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് പലതരം ആംബേഴ്സും അതായത് ഒരു മാലയിൽ തന്നെ കോർത്തിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പലതരം ആംബേഴ്സും കാണാം. ഒപ്പേക്ക് ആംബർ ഉണ്ട്, ട്രാൻസ്ലൂസന്റ് ആംബർ ഉണ്ട്, ട്രാൻസ്പെറന്റ് ആംബർ. ഇതൊരു ട്രാൻസ്പെറന്റ് ഹണി കളേർഡ് ആംബർ ആണ്. അപ്പോൾ ഈ ഇൻസെക്ട് ഇൻക്ലൂഷൻ നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഹണി കളേർഡ് ആംബറിൽ തന്നെയാണ്. കോഗ്നാക് കളറിലുള്ള ട്രാൻസ്ലൂസന്റ് ആംബേഴ്സ് ആണെങ്കിൽ അത്രയും വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രാണിയുടെ ഫോസിലൈസ്ഡ് ആയ പ്രാണിയുടെ തലയും കാലുകളൊക്കെ ജസ്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങൾ ചിറകുകളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് എന്ത് പ്രാണിയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, അത് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇത് ഒന്നോടെയും ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇതേ ആംബർ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രാണിയെയും മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഹണി കളേർഡ് ആംബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റിലേക്ക് സൺലൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഷെയ്ഡ് അടിക്കേണ്ടത്, ആ ഒരു ഹണി കളേർഡ് ഷെയ്ഡ് അടിക്കേണ്ടത്. ഇപ്പോൾ അത്യാവശ്യം നല്ല സൺലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ തന്നെ പല ഏരിയാസിലും ഇത് ഗ്ലോയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗോൾഡൻ ഗ്ലോയോട് കൂടി ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ സംഭവം കാണാനായിട്ട്. ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തേക്കുന്ന ഒരു ആംബർ അല്ല, നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടില്ലെന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് ഷേപ്പ് ചെയ്തേക്കുന്ന ഒരു ആംബർ അല്ല. ഇത് റാൻഡം ആയിട്ടുള്ള ഒരു കല്ലിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഈ സംഭവം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക യുണീക്നെസ്സും ഉണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ജുറാസിക് പാർക്കിൽ കാണിക്കുന്നത്. അതായത് ജോൺ ഹാമണ്ടിന്റെ ഇഞ്ചൻ എന്ന് പറഞ്ഞ കമ്പനി ദിനോസറിനെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അതിന്റെ DNA എടുക്കുന്നത് ആംബറിലകപ്പെട്ട ഒരു മോസ്കിറ്റോയിൽ നിന്നാണ്. ഹാമണ്ട്സ് കെയിൻ എന്നറിയപ്പെടുന്ന ഹാമണ്ട് പിടിച്ചുകൊണ്ട് കിടക്കുന്ന കെയിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ആംബറും അതിന്റെ ഉള്ളിലിരിക്കുന്നത് ആ മോസ്കിറ്റോയും. അതിൻ്റെ അകത്ത് മോസ്കിറ്റോ ഒരു ജയന്റ് മോസ്കിറ്റോ പോലെയാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു മോസ്കിറ്റോ ഉണ്ട്, പക്ഷേ ഈ കാണിക്കുന്നത് ഒരു ഫിക്ഷണൽ മോസ്കിറ്റോ ആണ്. അതുപോലത്തെ വേൾഡിലേക്ക് ഏറ്റവും വലിയ മോസ്കിറ്റോ ടോക്സോറൈഞ്ചസ് എന്ന് പറഞ്ഞ മോസ്കിറ്റോസ് ആണ്. പക്ഷെ അത് കഴിക്കുന്നത് ബ്ലഡ് അല്ല, അത് കഴിക്കുന്നത് നെക്ടേഴ്സ് ആണ്, അതായത് തേനാണ്. ഈ തരം മോസ്കിറ്റോസിന്റെ ഇതിന്റെ സൈസ് കാരണം എലഫന്റ് മോസ്കിറ്റോസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ആംബറിലേക്ക് വരാം. സാധാരണ സ്റ്റോൺസിന്റെ ഇൻക്ലൂഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വില കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആംബറിന്റെ കേസിൽ ഇൻക്ലൂഷൻസ് ഒരു ഫോസിൽ ആയതുകൊണ്ട് തന്നെ വില കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അതൊരു എർത്തിന്റെ അതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു കഷ്ണമാണ്. അപ്പോൾ നമ്മളിത് നോറ ആംബർ എന്ന് പറഞ്ഞ ലിത്വാനിയയിലെ ഒരു ഷോപ്പിൽ നിന്ന് വരുത്തിച്ച ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.